മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു വ്യക്തി നമ്മളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് തന്നെ എന്നെ കാണാൻ വരുന്ന ക്ലയന്റിന്റെ അടുത്ത് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ഞാൻ ചോദിക്കാറില്ല. ഞാൻ അവരിലേക്ക് ഇറങ്ങി നിൽക്കും, അവരുടെ കൂടെ സഞ്ചരിക്കും, അവരുടെ കുട്ടിക്കാലത്തിലൂടെ സഞ്ചരിക്കും, അവരുടെ പ്രസന്റ് ലൈഫിലൂടെ സഞ്ചരിക്കും, കർമ്മിക് ലൈഫിൽ നിന്ന് വരുന്നത് തുടങ്ങി പല വിധത്തിലുള്ള ട്രോമാസ് നമ്മളെ കണക്ട് ചെയ്യാം. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആശങ്കകള്, റിലേഷൻഷിപ്പ്, ഫിനാൻഷ്യൽ സൈഡ് പലതും ഉണ്ടാകും. ഈ ട്രോമയിൽ നിന്ന് നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് പുറത്ത് കിടക്കാൻ സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് കൊടുക്കുന്നതിലൂടെ പ്രശ്നത്തിലേക്ക് എത്തുന്നു. ഇന്നത്തെ സമൂഹത്തെ, യൂത്തത്തെ പറയല്ല ഞാൻ, എങ്കിൽ കൂടിയും ധാരാളം ഹാബിറ്റ്സ് ഉള്ള കുട്ടികളുണ്ട്. എന്തുകൊണ്ട് ഇവരിതിലേക്ക് പോയിപ്പെടുന്നു? വേണ്ട അറ്റൻഷൻ കൊടുത്ത് ചേർത്ത് നിർത്തി അവരെ കേട്ടാൽ, ഈ പറയുന്ന 75% അവരെ കേട്ടാൽ അവർക്ക് ഒരുപാടുണ്ടാവും നമ്മളോട് പറയാനായി. അത് റീക്കി എന്ന് പറയുന്ന ഒരു ലവ് ആൻഡ് ലൈറ്റ് എനർജിയാണ്. ആ എനർജിയിലൂടെ നമ്മൾ റീഡ് ചെയ്യുന്നു. മാനസിക വിഭ്രാന്തി. താങ്ക് യു. നമ്മൾ ഒരുപാട് മെന്റൽ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ മൈൻഡ് സ്പെഷ്യലിസ്റ്റ്, മൈൻഡ് എക്സ്പേർട്ട്, ഇങ്ങനെ പല ആൾക്കാരുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ അപ്പോ ഷാഹിദ മേഡത്തിന്റെ USP സാധാരണ ഞാൻ സംസാരിക്കുന്ന സമയത്ത് മനസ്സിലായത്, മാനസിക തലങ്ങളെ പല സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ അല്ലെങ്കിൽ പല രീതിയിൽ തലങ്ങൾ നിർവചിച്ചിട്ട് അതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്ന് നമ്മൾ ബിസിനസ് ലൈഫിലോ പേഴ്സണൽ ലൈഫിലോ നിൽക്കുന്ന സമയത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ട്. അപ്പോൾ അറിഞ്ഞും അറിയാതെയും ഓരോ ആൾക്കാര് പല രീതിയിൽ തകർന്നു പോകുന്ന സ്റ്റേജ് വരുന്നുണ്ട്. അവിടെയാണ് ഒരു കൗൺസിലർ, സാധാരണ കൗൺസിലർ അല്ല, ഒരു മനസ്സിനോട് അടുത്ത് ഇടപഴകി നിൽക്കുന്ന ഒരു കൗൺസിലറിന്റെ പ്രസക്തി, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഹാൻഡ് കൊടുത്ത് അടുത്ത ലെവലിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. എന്താണ് താങ്കൾ ചെയ്യുന്നത് ഒന്ന് പറയാമോ? നമ്മള് 75% കേൾക്കുക, 25% സംസാരിക്കുക. കറക്റ്റ്. ഓക്കെ. മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു വ്യക്തി നമ്മളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഈ ഒരു 1 hour 1.5 hour നമ്മൾ എടുത്തിട്ട് അവരെ കേട്ടാലും അവർക്ക് മതിയാവില്ല. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ അതിന് മേലെ ഓവർലാപ്പായിട്ട് സംസാരിച്ചാൽ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഫസ്റ്റ് അവരെ കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതൊരു അസുഖമല്ല, ഒരവസ്ഥയാണ്. മാനസിക സമ്മർദ്ദം എന്നുള്ളത് ഒരവസ്ഥയാണ്. അതിപ്പോ സാറിനും എനിക്കും ഒക്കെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ സഞ്ചരിക്കുമ്പോൾ സംഭവിക്കപ്പെടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മനുഷ്യന്റെ മനസ്സാണ്. ഒരു ദിവസത്തിൽ 65,000 to 70,000 ചിന്തകൾ പോകുന്നിടത്ത് ലോപിച്ച് 3 ചിന്തകളിലാണ് 24 hours നമ്മൾ വന്ന് നിൽക്കുന്നത്. ഈ ചിന്തകളിൽ ഒരെണ്ണം വർക്കൗട്ട് ചെയ്യിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ബാക്കി 2 ചിന്തകൾ നമ്മൾ അയ്യോ അത് പറ്റിയില്ല എന്നുള്ള നിരാശ നമ്മളെ കൊണ്ടുപോകുമ്പോഴാണ് കൂടുതലായിട്ട് ഒരു അഗ്രസീവ് ആകുന്ന മൈൻഡിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇവിടെ നമ്മൾ അവരെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ അഗ്രസീവ് മൈൻഡ് സെറ്റിൽ നിന്ന് സെറ്റിലായ ഒരു മൈൻഡ് സെറ്റിലേക്ക് അവരെ നടത്തുകയാണ് നമ്മൾ. അവിടെ ഒരു കൈ കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മളൊരു ഷോൾഡർ കൊടുക്കുക, ഞാൻ കൂടെ ഉണ്ട്, നിങ്ങൾ സംസാരിച്ചോളൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഒരു ചെറിയ പേടി അല്ലെങ്കിൽ ഒരു ആശങ്ക, ഇതൊക്കെ തന്നെയുള്ളൂ പ്രശ്നങ്ങൾ. ഭാവിയെ വളരെ സങ്കീർണമായി കാണുന്നു, പാസ്റ്റിൽ ജീവിക്കുന്നു, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആശങ്ക. ഈ ഒരു പ്രസന്റ് ലൈഫിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ മാനസിക സമ്മർദ്ദത്തിന് എല്ലാത്തിനും കാരണം. നമ്മൾ ഈ സെക്കൻഡിൽ, ഈ മൈക്രോ സെക്കൻഡിൽ നമ്മളിപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മൈക്രോ സെക്കൻഡ് കോൺഷ്യസ് മൈൻഡ് ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സബ് കോൺഷ്യസ് അല്ല. ഈ കോൺഷ്യസ് മൈൻഡിനെ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മളിപ്പോ ശ്വസിക്കുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ശ്വസിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഇത് എന്തുമാത്രം വലിയ അനുഗ്രഹമാണെന്നറിയോ? നമ്മളെ ഈ പിടിച്ചു നിർത്തുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. അതിന്റെ ബ്ലെസ്സിങ്ങിലേക്കാണ് അവരെ നമ്മൾ കൊണ്ടുപോകുന്നത്. ആ ഒരു റിയാലിറ്റി അവർക്ക് മനസ്സിലായി കഴിയുമ്പോൾ പിന്നെയാണ് അവരുടെ പ്രശ്നത്തിലേക്ക് കിടക്കുന്നത്. ഫസ്റ്റ് തന്നെ എന്നെ കാണാൻ വരുന്ന ക്ലയന്റിന്റെ അടുത്ത് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ഞാൻ ചോദിക്കാറില്ല. ഞാൻ അവരിലേക്ക് ഇറങ്ങി നിൽക്കും, അവരുടെ കൂടെ സഞ്ചരിക്കും, അവരുടെ കുട്ടിക്കാലത്തിലൂടെ സഞ്ചരിക്കും, അവരുടെ പ്രസന്റ് ലൈഫിലൂടെ സഞ്ചരിക്കും. എന്ത് ട്രോമയാണ് നിങ്ങളെ ഈ ഡിപ്രഷനിലേക്ക് എത്തിച്ചത്? പലതും ഉണ്ടാവാം. കർമ്മിക് ലൈഫിൽ നിന്ന് വരുന്നത് തുടങ്ങി പല വിധത്തിലുള്ള ട്രോമാസ് നമ്മളെ കണക്ട് ചെയ്യാം. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആശങ്കകള്, റിലേഷൻഷിപ്പ്, ഫിനാൻഷ്യൽ സൈഡ് പലതും ഉണ്ടാകും. അപ്പൊ ഈ ട്രോമയിൽ നിന്ന് നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് പുറത്ത് കിടക്കാൻ സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് കൊടുക്കുന്നതിലൂടെ പ്രശ്നത്തിലേക്ക് എത്തുന്നു. 21 ഡേയ്സിന്റെ തെറപ്പിയാണ് മിക്കവാറും അങ്ങനെയുള്ളവർക്ക് ഞാൻ വിധിക്കുന്നത്. കാരണം ഒരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് മെഡിസിൻ എടുക്കുന്ന കാര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്.
നമുക്കത് ലൈസൻസ് ഇല്ല മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ ഈ മെഡിസിൻ എടുത്തിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട്. ഒരു കൗൺസിൽ ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് എന്താണ് വാട്ട് ഇസ് നെക്സ്റ്റ്? കൗൺസിലിംഗിൽ എല്ലാ കാര്യങ്ങളും നേരെയാവോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതായത് വരെ ഇപ്പൊ പറഞ്ഞ സമയത്ത് ഞാൻ പൂർണ്ണമായിട്ട് കേട്ടിരിക്കുകയായിരുന്നു. അതായത് എന്നെ നിരന്തരം വിളിക്കുന്ന പല ആൾക്കാരും ഞാൻ ഒരു പരിധിക്ക് മേളിൽ ഡിഗ്രി മനസ്സിലാക്കുമ്പോൾ പലരും മെഡിസിൻ കഴിക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയാസവും വേദനാജനകമായ സംഭവമാണ്. പല സൈക്കോളജിസ്റ്റും ഇവിടെ there is a two philosophy. ഒന്ന് ഫിയർ ഫാക്ടേഴ്സും, രണ്ട് ഹോപ്പ് ജനറേഷനും. അപ്പൊ മിക്ക ആൾക്കാരും ഒരു ക്വാളിറ്റി ഒരു കൺസൾട്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ പറയുക, ഒരു ഹോപ്പ് ജനറേഷനിൽ കൂടെ അടുത്ത ലെവലിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പൊ സാധാരണ രീതിയിലല്ലാതെ ഇപ്പൊ ഈ ഡയഗ്നോസ് ചെയ്തതിനു ശേഷം കൊടുക്കുന്ന സൊല്യൂഷൻസ് എന്തായിരിക്കും? അതായത് മെഡിസിൻ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചല്ലോ, മെഡിസിൻ കൊടുക്കാനുള്ള ലൈസൻസ് ഇല്ല. ഇവർ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഇവരിലെ എനർജിയാണെന്ന് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് എടുക്കുകയല്ല, അവരുടെ എനർജി എവിടെയാണ് വീക്ക് ആവുന്നത്, അത് റീക്കി എന്ന് പറയുന്ന ഒരു ലവ് ആൻഡ് ലൈറ്റ് എനർജിയാണ്. ആ എനർജിയിലൂടെ നമ്മൾ റീഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവും എവിടെയെല്ലാമാണ് ചക്രാസ് എന്ന് പറയുന്ന നമ്മുടെ എനർജി, എവിടെയെല്ലാമാണ് ഇവർക്കത് വീക്ക് ആയിരിക്കുന്നത്, എവിടെയെല്ലാം നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാം, അപ്ലിഫ്റ്റ് ചെയ്യാം എന്നുള്ളത് അവരോട് കണക്ട് ചെയ്യാൻ ശ്രമിക്കും. അതിലൂടെ നമുക്ക് മനസ്സിലാവും ഇന്ന ഏരിയയിലാണ്. ഇപ്പം നോക്കൂ, നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, IBS പോലുള്ള കാര്യങ്ങൾ മെന്റൽ ഹെൽത്തിന്റെ പ്രോബ്ലം കൊണ്ട് ഉണ്ടാവാറുണ്ട്. ഇവര് ഡോക്ടറെ പോയി കണ്ട് ഇതിന് മരുന്ന് കഴിക്കുന്നു, അസിഡിറ്റി ഫോം ചെയ്യുന്നു, സ്വസ്ഥമായ ഉറക്കം നഷ്ടപ്പെടുന്നു, എന്താ പ്രശ്നം എന്നിവർക്ക് മനസ്സിലാവുന്നില്ല. അതിലേക്ക് അവർ എത്തുന്നില്ല, പ്രശ്നത്തിലേക്ക് എത്തുന്നില്ല. ആ സമയം നിങ്ങളുടെ ഉള്ളിൽ എനർജിയെ എടുത്തിട്ട് ഇതിൽ തന്നെ നിങ്ങൾക്ക് സെറ്റിൽ ആകുന്ന മൈൻഡ് വരുത്താൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. വളരെ കറക്റ്റാണ്. കാരണം മെന്റൽ വെൽബീയിങ്ങിന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളതാണ് എല്ലാ രാജ്യങ്ങളിലും. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മെന്റൽ വെൽബീയിങ്ങിന് ഇതുപോലെ ഒരുപാട് കൺസൾട്ടന്റ്മാരുടെ ഒരു എന്താ പറയാ ന്യൂ ഇംപ്ലിമെന്റേഷനാണ് ലൈഫിന് അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. പലരും ടാബ്ലറ്റ് കഴിച്ചിട്ട് ജീവിതം തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന സമയങ്ങളിലാണ് ഈ പറയുന്ന കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ എക്സ്പേർട്ടിന് അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക. അപ്പോൾ ഈ സാധാരണ രീതിയിൽ ഒരു മൈൻഡ് റീഡർ അപ്പുറം എന്താണ് ചെയ്യാൻ പറ്റുക? അതിനപ്പുറത്തേക്ക് നമ്മള് പ്രത്യേകിച്ച് ചെയ്യാനില്ല എന്നുള്ളതാണ്. എനർജിയാണ് നോർമലി ഇവരെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക. അതെ, സ്പെഷ്യൽ ആയിട്ട് നമുക്കൊരു അത്ഭുതങ്ങൾ അവിടെ നമുക്ക് സംഭവിപ്പിക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് സാധിക്കും. അതെ, ക്ലയന്റിന് സാധിക്കും എന്നുള്ളതാണ് 100% കറക്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ നോർമലി ഓരോ സെഗ്മെന്റിലും ഏജിലെ ഓരോ സെഗ്മെന്റിലും ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലെ പ്രശ്നങ്ങൾ വരുന്നു. അപ്പൊ ഈ ലൈഫിലെ ഏറ്റവും നല്ല ഇവന്റ്സിൽ ഒന്നാണ് മാരേജ് കഴിഞ്ഞ് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ നെക്സ്റ്റ് ജനറേഷൻ ആവുന്നു. അപ്പൊ പാരന്റ്സ് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ആ കുട്ടി ഒരു അമ്മയുടെ വയറ്റിൽ എന്താ പറയാ ജന്മം കൊള്ളുന്ന സമയം മുതൽ എന്നാണ് ആ രൂപം പ്രാപിക്കുന്നത് അല്ലെങ്കിൽ ആ വളർച്ച എത്തുന്ന സമയം മുതൽ അമ്മ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ ആ കുട്ടി വേട്ടയാടും. തീർച്ചയായിട്ടും. അപ്പോൾ അമ്മയുടെ മെന്റൽ വെൽബീയിങ്, മെന്റൽ വെൽനെസ് എന്ന് പറയുന്നത് ആ പാരന്റ്സിന്റെ, ആ പറയുന്ന വീട്ടിലെ ഹസ്ബൻഡിന്റെയും ബാക്കിയുള്ളവരുടെയും പൂർണ്ണ റെസ്പോൺസിബിലിറ്റിയാണ്. അറിഞ്ഞും അറിയാതെയും പല സാഹചര്യങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഈ കുട്ടി വളർന്നു വരുന്ന സമയങ്ങളിൽ മാനസിക വിഭ്രാന്തി പല രീതിയിൽ വളർന്നു വരും. ഒരു അഡോളൻസ് ഏജിലേക്ക് പോകുമ്പോൾ ആണ് ഒരു എക്സ്പേർട്ടിനെ കൊണ്ടത് മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യുക? അതായത് അഡോളൻസ് ഏജിൽ വരുന്ന സമയത്ത് ഇവരുടെ ബിഹേവിയർ ഇഷ്യൂസ് ആണ് ഇവര് ഫസ്റ്റ് കാണിക്കുന്നത്. പെട്ടെന്നുള്ള ദേഷ്യം, ആങ്കർ മാനേജ്മെന്റ്, അതായത് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നത്. അപ്പൊ നമ്മളൊക്കെ വികൃതയാണ്, ആ കുട്ടി പറഞ്ഞ അനുസരിക്കില്ല, ലേണിംഗ് ഡിസബിലിറ്റി പ്രോബ്ലം ഉണ്ടാവാം, പഠിക്കുന്നില്ല, മറ്റു കാര്യങ്ങളിലാണ് ശ്രദ്ധ, ഇതെല്ലാം പറഞ്ഞ് ആ കുട്ടിയെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. പകരം എന്താണ് പ്രോബ്ലം എന്നാരും നോക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. സ്കൂൾ തലത്തിലാണെങ്കിൽ സൈഡ് ബെഞ്ചിലേക്ക് ആക്കി മാറ്റുന്നു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വരെയും നമുക്ക് അറ്റൻഷൻ കിട്ടും. ലാസ്റ്റ് ബെഞ്ച് പിന്നെയും അറ്റൻഷൻ കിട്ടും. സൈഡ് ബെഞ്ച് തീരെ അറ്റൻഷൻ കിട്ടുന്നില്ല. അപ്പൊ ആ കുട്ടിയുടെ ഉള്ളിൽ, അവനോ അവളോ ആ കുട്ടികളുടെ ഉള്ളിൽ വരുന്നത് നമ്മൾ സൈഡായി, ഇനി എന്തിനാ, ഞങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല, വീട്ടിലുള്ളവരെ ശ്രദ്ധിക്കുന്നില്ല, ടീച്ചേഴ്സിനിടയ്ക്ക് ശ്രദ്ധിക്കുന്നില്ല, കുട്ടികളുടെ ഇടയിൽ ബുള്ളിങ്. ഇപ്പൊ പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ, ആർക്ക് വേണ്ടിയിട്ടാ? കൂടുതൽ ക്രൂഷ്യലായ സിറ്റുവേഷനിലേക്ക് അവരുടെ മൈൻഡ് സഞ്ചരിക്കും. ഓൾറെഡി അവർക്കൊരു ട്രോമാറ്റിക് കണ്ടീഷൻ കിട്ടിയിട്ടുണ്ട് പാരന്റ്സിൽ നിന്ന്. ഇതും കൂടി ആവുമ്പോൾ അവരുടെ ഈ കർമ്മ ലൈഫിലും അവർക്ക് ഇത് ഫേസ് ചെയ്യേണ്ടി വരികയാണ്. അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആയ അവസ്ഥയിലേക്ക് വരുത്തുന്നു.
അല്ലാതെ ഈ പറയുന്ന അഡോളസൻസ് പീരീഡിലെ കുട്ടികൾ അങ്ങനെ ആകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. കറക്റ്റ് കറക്റ്റ്. അതെ, അവരെ ആക്കി മാറ്റുന്നതാണ് സമൂഹം. അതെ, അതെ. ഇന്നത്തെ സമൂഹത്തെ, യുവത്വത്തെ പറയല്ല ഞാൻ, എങ്കിൽ കൂടിയും ധാരാളം ഹാബിറ്റ്സ് ഉള്ള കുട്ടികളുണ്ട്. അതെ. എന്തുകൊണ്ട് ഇവരിതിലേക്ക് പോയി പെടുന്നു? വേണ്ട അറ്റൻഷൻ കൊടുത്ത് ചേർത്ത് നിർത്തി അവരെ കേട്ടാൽ, ഈ പറയുന്ന 75% അവരെ കേട്ടാൽ അവർക്ക് ഒരുപാടുണ്ടാവും നമ്മളോട് പറയാനായി. ശരിയാ ശരിയാ. എന്തായാലും മേഡം പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. നല്ലൊരു പാരന്റിങ്ങിനും അപ്പുറം നല്ലൊരു എക്സ്പേർട്ട് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ മെന്റൽ വെൽബീയിങ്, മെന്റൽ വെൽനെസ്സിനെ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഏത് സെഗ്മെന്റിൽ വളരുന്നവരും സിറ്റുവേഷനിൽ വരുന്ന ഇൻഫ്ലുവൻസിങ് കുറച്ചുകൂടെ എന്താ പറയുക, സെൽഫ് റിയലൈസേഷൻ കൂടെ മനസ്സിലാക്കി അടുത്ത തലങ്ങളിലേക്ക് പോകാൻ ഒരു എക്സ്പേർട്ടിന് കഴിയട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.